ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യയിലെ മുഖ്യ വിഭവമായ കൂട്ടുകറി. ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് കഴുകി വെച്ചതാണിത്. കഴുകി ഊറ്റി വെച്ചതാണ്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തത്. ഒരു പച്ചക്കായ എടുക്കുന്നുണ്ട്. ഈ ഒരളവിൽ ചേന കഷ്ണം, ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി കഴുകി തോലൊക്കെ ചെത്തി കളഞ്ഞ് കഴുകി കട്ട് ചെയ്തിട്ട് വരാം. നമുക്ക് കടലപ്പരിപ്പ് വേവിക്കാനിടാം. കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേന കഷ്ണങ്ങളാക്കി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ചേന ഇതാ ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കിയാണ് ഞാൻ കട്ട് ചെയ്തത്. അതുപോലെ തന്നെ കായം, ഒരു പച്ചക്കായ അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചേന ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതും കൂടെ ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ച് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. പരിപ്പും ചേനയും വേവുന്ന സമയം നമുക്കിവിടെ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അതിനുവേണ്ടി അടുപ്പ് കത്തിച്ചു കൊടുത്തു. ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. കടലപ്പരിപ്പും ചേനയും വേവിക്കാൻ വേണ്ടി വെച്ചതിൽ അത് ഞാൻ ഓഫാക്കി കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ചുവന്ന മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരു തേങ്ങ ചിരകി വെച്ചതാണിത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മൂപ്പിച്ചെടുക്കണം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ തേങ്ങ മൂത്ത് വരുന്നുണ്ട്. ഇത്രയൊന്നും പോരാ, കുറച്ചും കൂടെയൊക്കെ വേണം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചേനയും കടലപ്പരിപ്പും വേവിക്കാൻ വെച്ചതിൽ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് കായം കൂടി ഇട്ട് വേവിക്കാനുണ്ട്. ഈ ചേനയും കടലപ്പരിപ്പും നല്ല വേവുള്ളതുകൊണ്ടാണ് ആദ്യം വെച്ചത്. ഇനി നമുക്ക് കായ ഇട്ട് കൊടുക്കാം. പച്ചക്കായ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു വിസിലും കൂടെ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നോക്കി ഒഴിക്കണം. അതിൽ കുറച്ച് വെള്ളമുണ്ട്. ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ മൂടി വെച്ചിട്ട് ഒരു വിസിൽ വെയിറ്റ് ചെയ്യാം. നമ്മുടെ തേങ്ങ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി കരിഞ്ഞു പോവുക ശ്രദ്ധിക്കണം. നന്നായി മൂത്ത് വരട്ടെ. ഓണം അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് അരയ്ക്കാൻ വേണ്ടി എടുക്കണം. കുറച്ച് ഇതിൻ്റെ 1/4 ഭാഗം മതി. നമ്മൾ തേങ്ങ എടുത്തതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് അരയ്ക്കാൻ വേണ്ടി എടുക്കാം. ബാക്കി ഒന്നും കൂടെ ഗോൾഡൻ കളർ ആവുന്നവരെ മൂപ്പിക്കാം. ഞാൻ അരയ്ക്കാൻ വേണ്ടി തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം ഇടണം. കുറച്ച് ജീരകം ചേർക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഇത് നമ്മുടെ കായ ചേർത്ത് ഇത് ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫാക്കി കൊടുക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്.
നമ്മുടെ വിസിൽ പോയിട്ടുണ്ട്, കുക്കറിൻ്റെ വിസിൽ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉപ്പ് പാകത്തിനുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചാൽ, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടില്ല, ഈ പരുവത്തിലാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി ചതച്ചതാണിത്. കുരുമുളക് ചതച്ചെടുത്തതാണ്. ഇതൊരു സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇത് നിറച്ചൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ശർക്കര എടുത്ത് ഉരുക്കി വെച്ചതാണ് ഞാനിത്. 2 സ്പൂൺ വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചതാണ്. ഇതിന്ന് 1 സ്പൂണ്, 1 ടേബിൾ സ്പൂണ് ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മധുരമൊക്കെ നോക്കണം. മധുരമൊക്കെ പോരെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. ചെറിയ മധുരവും എരിവും എല്ലാം വേണം ഇതിന്. ഇതിപ്പോൾ കറക്റ്റാണ്, മധുരവും എരിവൊക്കെ കറക്റ്റാണ്. ഇതിലേക്ക് നമുക്ക് നമ്മൾ തേങ്ങ മൂപ്പിച്ചതില്ലേ, അത് ഇട്ട് കൊടുക്കാം. കൂട്ടുകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഈ കൂട്ടുകറിക്ക് കഴിഞ്ഞു, കൂട്ടുകറി ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞു. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫോണിൽ കുറച്ച് കളറ് കുറവായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഇത് നല്ല ബ്രൗൺ കളറാണ് സംഭവം. അടിപൊളിയായിരിക്കും. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കേ.